ഒരു ചെങ്ങായി പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആളുടെ അക്കൗണ്ടിൽ ആദ്യമൊക്കെ പിന്നെ കുഴപ്പമില്ലാത്ത വീഡിയോസ് കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് റീസെന്റ് ഇട്ട ഒരു 4-5 പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശം വളരെ മോശം വളരെ മോശം. അത്രക്ക് ചങ്കൂറ്റുള്ളവനാരാ, ഇതേതായാലും വെറുതെ വിടാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ അഗേൻസ്റ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. സൈബർ സെല്ലിൽ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് ഈ ചെങ്ങായിക്ക് കമന്റ് ബോക്സിൽ എഴുതിയിട്ടു ഇതാണ് കാര്യം എന്നുള്ളത്. അപ്പൊ അത് ഡിലീറ്റ് ചെയ്തു. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട് ഡിലീറ്റ് ചെയ്തപ്പോ അതിൽ ഞാൻ വീണ്ടും പോയി കമന്റ് ഇട്ടു എന്തുകൊണ്ട് എന്റെ കമന്റ് ഡിലീറ്റ് ചെയ്തു എന്നുള്ളത്. ഈ നട്ടലില്ലാത്ത കുറെ നായ്ക്കള് നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ. ഇവൻ ഇട്ട പോസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടൈമിൽ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ. പെൺകുട്ടികൾ മുടി മുറിച്ചാൽ അല്ലെങ്കിൽ പെൺകുട്ടികൾ മുടി മുറിച്ച് ജീൻസും ഷർട്ടും ടീഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവര് ലെസ്ബിയൻ ആണ് കേട്ടോ. ഇവന്റെ പ്രൊഫൈലിൽ ഇട്ടിട്ടുള്ള പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുടി മുറിച്ച സമയത്തുള്ള എന്റെ റീലൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവൻ ഈ ചെറ്റ തന്തയില്ലാത്ത നായിന്റെ മോൻ. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു നീ പാടാ നാണം കെട്ട എന്നെ ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ. ഇവൾ ലെസ്ബിയൻ ആയിരുന്നു. ഞാൻ ലെസ്ബിയൻ ആയിരുന്നു. ഒരു മുസ്ലിം പെൺകുട്ടിയുമായി ഞാൻ റിലേഷൻഷിപ്പിലായിരുന്നു. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? ശരി നിങ്ങളാരാ വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. ഇപ്പോഴാണ് ഞാൻ വീണ്ടും പെണ്ണായെന്നല്ല, ഇപ്പോ ഞാൻ ലെസ്ബിയൻ അല്ല. അപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കണം. പിന്നെ അണ്ടിത്താത്താനെ പറയുന്നതിന് മുന്നേ ഒന്ന് തിരിഞ്ഞു നോക്കണം. പിന്നെ എന്റെ കഴിഞ്ഞു പോയ കാലം അതായിരുന്നു ഇത്രേ. അത് തെമ്മാർത്തരല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാർത്തരം ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഞാൻ ലെസ്ബിയൻ ആയിരുന്നു. പിന്നെ ഒരു കുട്ടിയുമായിട്ട് പിന്നെ എനിക്ക് അഗാധമായ പ്രണയവും ആയിരുന്നു നോക്കിയാണ് ഈ ചെറ്റ പറയുന്നത്. തനിക്ക് നാണമില്ലേണോ? ആളെ ഒരിക്കലും ഞാൻ ആളുടെ വീഡിയോസോ ആളെ ഫോട്ടോയോ ഒന്നും കാണിക്കില്ല. കാരണം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് വൈറലാവാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണെന്നുള്ളത്. ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ അധികം അങ്ങനെ ഇതുപോലെയുള്ള വള്ളിക്കേസുകൾ പിടിക്കാത്തതാണ്, അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ പോവാത്തതാണ്. പക്ഷെ പോവണം എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും. ഇത്രയും തന്റെയുള്ള സ്ത്രീകൾ ലോകത്തുണ്ടോ വക്കീലെ? മോർഫിങ്ങിന്റെ കേസ് ഇപ്പം 5 വർഷമായിരിക്കുകയാണ്. 5 വർഷം ഞാനത് വിട്ടിട്ടില്ല. പല ആൾക്കാരും 16ഓളം പെൺകുട്ടികളിൽ 15 പേരും വിട്ടു, ഞാൻ വിട്ടിട്ടില്ല. ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ? കാരണം ഏതടിസ്ഥാനത്തിലാണ് ഞാൻ മുടി വെട്ടിയതിന് ഞാൻ ലെസ്ബിയൻ ആയിരുന്നു, ഞാനൊരു മുസ്ലിം പെൺകുട്ടിയുമായിട്ട്, മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിലും ഞാനൊരു പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പിലായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. മിസ്റ്റർ ബാഹുലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഞാൻ എന്തായാലും കേസ് ഫയൽ ചെയ്യും, നമുക്ക് എന്തായാലും കോടതിയിൽ കാണാം. പിന്നെ നിങ്ങൾക്ക് നട്ടലില്ല എന്നുള്ളത് ഞാൻ ഇട്ട കമന്റ് ഡിലീറ്റ് ചെയ്തപ്പോ തന്നെ മനസ്സിലായി. എനിക്കറിയാം ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നാലേ. മനുഷ്യ ഇവിടെ തീർന്നു നിൽക്കുമ്പോ കളിയാക്കല്ലേ. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കൂടെ കിടക്കാൻ വരുമോ, പിന്നെ ഒരു രാത്രിക്ക് എത്ര പൈസയാവും, പിന്നെ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന അമ്മേനെയും പെങ്ങന്മാരെയും ഒക്കെ വിടുമോ, അല്ലെങ്കിൽ അവരുടെയൊക്കെ അടിവസ്ത്രങ്ങൾ തരുമോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരെ ചെറ്റത്രം പറയാടോ. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവോ? അത് 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള അന്തരമാണ്. സംസ്കാരമില്ലായ്മ പറയാം. അനാവശ്യവും തോന്നിയവാസവും എന്റെ അടുത്ത് വന്ന് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഞാനും ഇപ്പോഴത്തെ ഞാനും ഇനിയും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. നല്ല വൃത്തിക്ക് ഞാൻ ചീത്ത വിളിക്കും. കളിക്കാൻ ഇറങ്ങുമ്പോ നീ ആലോചിക്കണം, എതിരെ നിൽക്കുന്നവനും കളി അറിയാന്ന്. പല അവസരങ്ങളും തന്നു. ഒരു പണിയും തൊഴിലാത്തൊരു വ്യക്തിയാണ് ഞാൻ. സത്യസന്ധമായിട്ട് ഞാൻ എനിക്ക് ഒരു പണിയുമില്ല. അവൻ വെറുതെ ഇരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ പിന്നാലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഈ തെണ്ടിയൊക്കെ ഞാൻ ഇപ്പം കേസ് കൊടുത്തുള്ള തെണ്ടിയൊക്കെ ഇവന്റെ വിചാരം ഇവൻ പിന്നെ ഗൾഫിൽ എങ്ങനെയാന്ന്, ഗൾഫിൽ നിന്ന് ഇവൻ പുറത്ത് വരികയില്ല. നീ ആടെ തന്നെ ചാവും. നീ എന്നെ കുറിച്ച് ഇല്ലാത്തൊരു കാര്യം, ഞാൻ ലെസ്ബിയൻ ആയിരുന്നു എന്നും ഞാനൊരു കുട്ടിയുമായി റിലേഷൻഷിപ്പിലായിരുന്നു എന്നും ഒക്കെയുള്ള ഇങ്ങനെ തോന്നിയ വാസം നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിന്നെയും കൊണ്ടേ ഞാൻ പോവും. എന്തായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണോണ്ട്. ഒരുങ്ങിക്കോ, മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോ. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ, നമ്മളിവരുണ്ടാ ഫ്രീ.